നമസ്കാരം. പ്രധാന വാർത്തകൾ. ബെയ്ലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കരുതിക്കൂട്ടിയുള്ള മർദ്ദനം, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ എന്നീ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ ബോധപൂർവം ആക്രമിച്ചതല്ലെന്ന് അഡ്വക്കേറ്റ് ബെയ്ലിൻ മൊഴി നൽകി. എല്ലാ കാര്യങ്ങളും വിശദമായി കോടതിയിൽ പറയുമെന്നായിരുന്നു ഇന്നലെ ബെയ്ലിന്റെ പ്രതികരണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തുമ്പയിൽ നിന്ന് ബെയ്ലിൻ പോലീസിന്റെ പിടിയിലാകുന്നത്. സംസ്ഥാനത്ത് കോളറ മരണം. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ച യുവാവ് മരിച്ചു. തലവടി സ്വദേശി ടി ജി രഘുവാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അർദ്ധരാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കേസാണിത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച കവടിയാർ സ്വദേശിയായ കാർഷിക വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥൻ മരിച്ചിരുന്നു. മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് പുരയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. കൈമനം കുറ്റിക്കാട് ലൈനിൽ ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് മൃതദേഹം കത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരിച്ചത് കൈമന സ്വദേശി ഷീജയാണെന്നാണ് വിവരം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിയേറ്റർ കെട്ടിടത്തിൽ കിടന്നുറങ്ങിയ യുവാവ് താഴെ വീണ് മരിച്ചു. കോഴിക്കോട് മുക്കം PC തിയേറ്ററിന്റെ പാരപ്പറ്റിൽ നിന്നും താഴെ വീണായിരുന്നു മരണം. മുക്കം കുറ്റിപ്പാല സ്വദേശി കോമളനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് താഴെ മരിച്ച നിലയിൽ കോമളനെ കണ്ടെത്തുന്നത്. മൃതദേഹം മുക്കം പോലീസ് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ച കോമളന്റെ ഭാര്യ നിമിഷ ഇതേ തിയേറ്ററിൽ ശുചീകരണ തൊഴിലാളിയാണ്. ഇയാൾ രാത്രി ഇവിടെ കിടക്കാറുണ്ടെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞു. തിയേറ്റർ കെട്ടിടത്തിന്റെ വശങ്ങളിലായി ബാൽക്കണി പോലുള്ള പാരപ്പറ്റ് ഭാഗത്താണ് ഇയാൾ കിടന്നുറങ്ങിയിരുന്നത്. ഉറങ്ങുന്നതിനിടെ അബദ്ധത്തിൽ താഴെ വീണതാകാമെന്നാണ് കരുതുന്നത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാന് നേരെ ഇന്ത്യ പ്രയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലുകൾ. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് മറുപടി പറഞ്ഞത് ഇന്ത്യയുടെ ബ്രഹ്മോസ് എന്ന റിപ്പോർട്ട്. മെയ് 9, 10 തീയതികളിൽ പാകിസ്ഥാനി എയർബേസുകൾ ലക്ഷ്യമിട്ട് നടത്തിയ തിരിച്ചടിയിൽ 15 ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ വ്യോമസേന നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ 13 എയർബേസുകളിൽ 11നും കേടുപാടുകൾ സംഭവിച്ചു. പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ 20% നാശമാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഇത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചടിക്ക് ബ്രഹ്മോസ് തിരഞ്ഞെടുത്തതെന്നാണ് വിവരം.